ചിലർ ചിരിച്ചു, ചിലർ കരഞ്ഞു. ഭൂരിപക്ഷം പേരും നിശബ്ദരായി. ISL 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ രണ്ടാം മത്സരത്തിന് മുൻപായി ബാംഗ്ലൂരു FC ഒരുക്കിയ റീലിൽ നിറയുന്നത് മുൻ സീസൺ പ്ലേ ഓഫ് മത്സരത്തിലെ കലിക്കഥയാണ്. അതിന് ബ്ലാസ്റ്റേഴ്സിന്റെ മറുപടി ഇങ്ങനെ: നിലയും വിലയും സൂത്രത്തിൽ ഉണ്ടാക്കുകയല്ല, സ്വയം ഉണ്ടാക്കണമെന്ന മമ്മൂട്ടിയുടെ കനപ്പെട്ട ഡയലോഗിന്റെ മുനവെച്ച വീഡിയോ. നാളെ ബാംഗ്ലൂരിൽ നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു FC ISL മത്സരത്തിനു മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ച് 3-നായിരുന്നു സംഭവം. ISL പ്ലേ ഓഫ് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിന്റെ 96ാം മിനിറ്റിൽ ബംഗളൂരു ക്യാപ്റ്റൻ സുനിൽ ഛേത്രി നേടിയ ഫ്രീ കിക്ക് ഗോളാണ് വിവാദമായത്. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഒരുങ്ങുന്നതിനു മുൻപേ ഛേത്രി ഫ്രീ കിക്ക് എടുത്ത് പന്ത് വലയിലെത്തിച്ചു. റഫറി ക്രിസ്റ്റ്യൻ ജോൺസ് ഗോൾ അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ കളിക്കാരെ തിരികെ വിളിച്ചു. ഇതേ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളം വിട്ടു. ബംഗളൂരുവിനെ വിജയികളായി പ്രഖ്യാപിക്കുകയും മത്സരവിലക്കും പിഴയും ഉൾപ്പെടെ അച്ചടക്ക നടപടികൾ ബ്ലാസ്റ്റേഴ്സ് ടീം നേരിടുകയും ചെയ്തു. ബ്ലാസ്റ്റേഴ്സിനെ ചൊടിപ്പിച്ച വിവാദ ഗോളിന്റെ ദൃശ്യങ്ങളാണ് ബംഗളൂരു FC സമൂഹ മാധ്യമങ്ങളിൽ കിക്ക് ഓഫിന് മുന്നോടിയായി പങ്കുവച്ചിട്ടുള്ളത്. അന്നത്തെ മത്സരത്തിനു ശേഷം കോച്ച് ഇവാൻ ആദ്യമായാണ് ബാംഗ്ലൂരുവിനെ നേരിടാനെത്തുന്നത്. ഈ സീസണിൽ സൂപ്പർ കപ്പിലും ISL ആദ്യ പോരാട്ടത്തിലും ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരിനെതിരെ കളിച്ചെങ്കിലും വിലക്കു കാരണം ഇവാന് മത്സരം നഷ്ടമായിരുന്നു. FC ഗോവയ്ക്കെതിരെ കഴിഞ്ഞ കളിയിൽ നേടിയ അത്ഭുത വിജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ബാംഗ്ലൂരിലേക്ക് കുതിക്കാനുള്ള ഇന്ധനമായി മാറിയിട്ടുണ്ട്. മഞ്ഞപ്പടയുടെ 5000-ലേറെ ട്രാവലിംഗ് ഫാൻസ് നാളെ കളി കാണാനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. നോർത്ത് അപ്പർ, നോർത്ത് ലോവർ, സൗത്ത് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ മാത്രമാകും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇരിപ്പിടം. അതോടൊപ്പം അടുത്ത സീസണിലേക്കുള്ള പുതിയ താരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം സജീവമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് സ്കിൻകീസ്. അക്കാഡമി താരങ്ങളിൽ അർഹതയുള്ളവരെ മാത്രമേ സീനിയർ ടീമിലേക്ക് പരിഗണിച്ചിട്ടുള്ളൂ എന്നും കരോലിസ് പറഞ്ഞു. തുടർച്ചയായി 3 സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായതോടെയാണ് 2020 മാർച്ചിൽ കരോലിസ് സ്കിൻകീസ് സ്പോർട്ടിംഗ് ഡയറക്ടറായി എത്തുന്നത്. തൊട്ടടുത്ത സീസണിൽ പരിശീലകൻ ഇവാനെ ക്ലബിലെത്തിച്ച നീക്കം ഫലം കണ്ടെങ്കിലും വിദേശ താരങ്ങളുടെ വരവിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉയർന്നു. പ്രധാന താരങ്ങളുടെ പരിക്ക് വലച്ച ISL 10ാം സീസൺ അവസാനിക്കും മുൻപ് തന്നെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു സ്കിൻകീസ്. അക്കാഡമി താരങ്ങളിൽ പലരും ISLൽ വളരെ വേഗം ചുവടുറപ്പിച്ചത് അഭിമാനകരമാണെന്നും എന്നാൽ അക്കാഡമി താരങ്ങൾ എന്ന ഒറ്റ കാരണത്താൽ ISLലേക്ക് ആർക്കും പ്രവേശനം നൽകിയിട്ടില്ലെന്നും സ്കിൻകീസ് വ്യക്തമാക്കി. പുതുവർഷത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തിന് കാരണം അറിയാമെന്നും പരിശീലകനോട് പ്രൊഫഷണലായി പറയേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും സ്കിൻകീസ് വ്യക്തമാക്കി. അതേസമയം പുതിയ ഗോൾ കീപ്പറെ അന്വേഷിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. പരിക്കേറ്റ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് സീസണിലെ ബാക്കി മത്സരങ്ങൾ നഷ്ടമാകുമെന്ന് വ്യക്തമായതോടെയാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ ഗോളിയെ അന്വേഷിക്കുന്നത്. ഹൈദരാബാദ് FCയുടെ ഗോൾ കീപ്പർ ഗുർമീത് സിംഗിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കം 4 ക്ലബ്ബുകൾ രംഗത്തുണ്ട്. എന്നാൽ ദീർഘകാല കരാർ വാഗ്ദാനം ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറല്ല. ഹൈദരാബാദ് FCയിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഗുർമീത് സിംഗ് മറ്റൊരു ക്ലബിലേക്ക് മാറാനുള്ള നീക്കങ്ങൾ തുടങ്ങിയത്. വേതനം മുടങ്ങിയതടക്കം ചൂണ്ടിക്കാട്ടി ഗുർമീത് നൽകിയ അപേക്ഷയിൽ AIIF സമിതി ഈ ആഴ്ച തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് യൂടോക്ക്.